ഒരു ഇറച്ചിക്കട നടത്തുന്ന ഒരാൾ, അയാൾ ഒരു 3 മണിക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വെളുപ്പിന് എഴുന്നേൽക്കേണ്ടി വരും. നമ്മൾ 6:30 മണിക്ക് അങ്ങാടിയിൽ പോയി ഇറച്ചി വാങ്ങാൻ വേണ്ടി നമ്മൾ എത്തുമ്പോഴേക്ക് അതെല്ലാം കഴിഞ്ഞ് മാംസമാക്കി ഇങ്ങനെ തൂക്കിയിടണമെങ്കിൽ അയാൾ ഒരു 3 മണിക്ക് എഴുന്നേൽക്കണം. അയാൾ ഒരു മൃഗത്തെ അറുത്ത് ആ മൃഗത്തെ ആളുകൾക്ക് തൂക്കിക്കൊടുത്തു കഴിഞ്ഞാല് അയാൾക്ക് അതിൽ നിന്ന് കുറഞ്ഞൊരു പൈസ കിട്ടുള്ളൂ. അയാൾക്ക് അയാളുടെ കുടുംബത്തെ നോക്കാനുള്ള പൈസ കിട്ടുന്നുള്ളൂ. ആ ഇറച്ചിക്കടയിലേക്ക് വന്ന് ഒരു 4 ആള് ഒരു 5 കിലോ ഇറച്ചിക്ക് കടം പറഞ്ഞു പോയാൽ, അതല്ലെങ്കിൽ ഈ കടം പറഞ്ഞത് കുറെ ആയിട്ടും തിരിച്ചു കൊടുക്കാതിരുന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ഇറച്ചിക്കാടോടെ കാണൂല. കാരണം എന്താ? അയാൾക്ക് നഷ്ടം സംഭവിച്ചു. അയാൾ ആ ഏർപ്പാട് നിർത്തി. എന്നാ ഈ വാങ്ങിപ്പോകുന്ന ആൾക്കോ, ഞാനിപ്പോ 1 കിലോ ഇറച്ചിന്റെ പൈസ ഉള്ളവരെ കൊടുക്കാന്, ഞാനാകെ 5 കിലോ ഇറച്ചിന്റെ പൈസ ഉള്ളവരെ കൊടുക്കാന്, അവന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണമായി കൊടുത്ത ആ ഇറച്ചിയുടെ പണം കാരണത്താൽ ആ കട നടത്തുന്ന ആ ഉടമസ്ഥൻ അതിന്റെ പണം കൊടുക്കാത്തത് കാരണത്താൽ ആ കട പൂട്ടൻ. എന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ചു. വസ്ത്രം അലക്കാൻ കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ നേരം വെളുത്തു വൈകുന്നേരം വരെ ധരിച്ച ആ ചളിയുള്ള വിയർപ്പുള്ള വസ്ത്രം വേറെ കുറച്ച് ആളുകൾ കഴുകാണ്. നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കൂ, എത്ര ആളുകൾ കടം പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ധരിച്ച വസ്ത്രേ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുടി മറ്റുള്ള ആളുകൾ വെട്ടി വൃത്തിയാക്കി തരാണ്. അത് വൃത്തിയാക്കുന്ന ആൾക്ക് അലർജി ഉണ്ടാവും. ഒരു പക്ഷേ അയാൾക്ക് പല ജോലിയും ഉണ്ടാകും. അയാൾക്ക് കുറെ നേരം നിന്നത് കാരണത്താൽ അയാൾക്ക് വേദന ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലെ മുടി വെട്ടി വൃത്തിയാക്കുന്നവനോട് ഞാൻ നാളെ തരട്ടോ എന്ന് പറഞ്ഞ അവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് 1 വർഷം കഴിഞ്ഞിട്ട് അത് ഓർമ്മല്ലാതിരുന്നാൽ അതിന്റെ ഒരു പാപം എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിലെ പലചരക്ക് കച്ചവടക്കാർ, സ്വാഭാവികമാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആളുകൾ ഒരു പക്ഷേ കടം പറയും. എല്ലാ പലചരക്ക് കടകളിലും കടമുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പലചരക്ക് കടക്കാരന് നമ്മൾ അന്വേഷിച്ചാൽ മതി, പല സാധനങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞൊരു ശതമാനമാണ് ലാഭമായി ലഭിക്കുക. അയാളോട് കടം പറയും. 1 വർഷം കഴിയും, 2 വർഷം കഴിയും, ഒരു പക്ഷെ കട പൂട്ടി 10 വർഷം കഴിഞ്ഞാലും ഇന്ന ആളങ്ങനെ കാണുമ്പോ അയാൾ ചിരിച്ചാലും അയാൾ സലാം പറഞ്ഞാലും അയാൾ എത്ര സംസാരിച്ചാലും എന്തായാലും എനിക്ക് 2700 രൂപ തരാനുള്ള ഒരാളല്ലേ എന്ന് വിചാരിച്ചാൽ എന്താ അതിന്റെ അവസ്ഥ? ഞാൻ സൂചിപ്പിച്ചത്, ദീൻ എന്ന് പറഞ്ഞാൽ, മതമെന്ന് പറഞ്ഞാൽ അതിൽ കുറെ നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നത്.